Dear students, today we are going to discuss about active and passive. What is active and what is passive? You may know that sometimes subject is more important than the object, or sometimes it may be different. Object is more important. Tanu killed Rajiv Gandhi. Tanu in the Varnasri Rajiv Gandhi konnu. പക്ഷെ പത്രത്തിൽ വരുമ്പോൾ രാജീവ് ഗാന്ധി വാസ് കിൽഡ് എന്നാണ് എന്ത് ചെയ്യുക വരിക. അവിടെ പ്രവൃത്തി ചെയ്ത ആളേക്കാൾ കൂടുതൽ പ്രാധാന്യം അനുഭവിച്ചത് പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച ആളാണ്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ പാസീവ് വോയിസുകൾ ഉപയോഗിക്കേണ്ടി വരിക. എന്താണ് ആക്റ്റീവ്, എന്താണ് പാസീവ് എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ആക്റ്റീവിനെ മലയാളത്തിൽ കർത്തരി പ്രയോഗം അല്ലേ, കർത്തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബ്ലാക്ക് സീഡ്, അതായത് കർത്താവിനെ കുറിച്ച് സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് കർത്തരി. പാസീവ് ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് കർമ്മണി പ്രയോഗങ്ങളെന്ന് പറയാറുണ്ട്. കർത്തരി പ്രയോഗങ്ങളും കർമ്മണി പ്രയോഗങ്ങളും. അതായത് ആക്റ്റീവ് വോയിസ് വിച്ച് ഗീവ് ഇമ്പോർട്ടൻസ് ടു സബ്ജക്റ്റ്. അത്ര ആലോചിക്കുക. പാസീവ് വോയിസ് വിച്ച് ഗീവ് ഇമ്പോർട്ടൻസ് ടു ഒബ്ജക്റ്റ്. ആക്റ്റീവ് വോയിസ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു, പാസീവ് വോയിസ് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കുക. അതായത് ആക്റ്റീവിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ചേഞ്ച്ഡ് ഇൻ ടു പാസീവ്. ബോർഡ് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആക്റ്റീവ് നമ്മൾ പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സബ്ജക്റ്റുകൾ, അതായത് ഇവിടെയുള്ള കർത്താവ് അവിടെ എന്തായി മാറും? ഒബ്ജക്റ്റായി, കർമ്മമായിട്ട് മാറും. ഇവിടെയുള്ള ഒബ്ജക്റ്റ് അവിടെ എന്തായി മാറും? സബ്ജക്റ്റായിട്ട് മാറും. ഇവിടെയുള്ള വെർബ് എന്തായി മാറും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബായി മാറും, അഥവാ V3 ഫോം അല്ലെങ്കിൽ PPV എന്നൊക്കെ പറയുന്ന ഫോമായിട്ട് മാറും. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആക്റ്റീവിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റായി മാറും, ഒബ്ജക്റ്റ് സബ്ജക്റ്റായി മാറും, വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബായിട്ട് മാറും. ഇനി ചിലപ്പോൾ നിങ്ങളോട് പാസീവിനെ ആക്റ്റീവ് ആക്കാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കുക, സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബിനെ ഓർഡിനറി വെർബാക്കിയിട്ട് മാറ്റുക. ഇനിയും അതായത് ഓക്സിലറി വെർബിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ആ ഓക്സിലറി വെർബിലെ വ്യത്യാസങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് ആക്റ്റീവിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന ഓക്സിലറി വെർബ്സിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഓക്സിലറി വെർബ്സിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ആക്റ്റീവിനെ പാസീവ് ആക്കുമ്പോൾ? ഡൂം ഡസും പാസീവിൽ ഈസ് ഓർ ആം ഓർ ആർ ആയിട്ട് മാറും. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഡസ് സിംഗുലറാണ്, ഡു പ്ലൂറിലാണെന്ന് മറക്കരുത്. ഈസ് അതേപോലെ സിംഗുലറാണ്, ആം ഐയുടെ കൂടെ മാത്രം, ആറ് പ്ലൂറിലാണ്. ഇനി ഈസും ആമും ആറും എന്തായി മാറും? ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീയിങ് ആയിട്ട് മാറും. ഹാസും ഹാവും, ഇതിൽ നിങ്ങൾക്കറിയാം ഹാസ് സിംഗുലറാണ്, ഹാവ് പ്ലൂറിലാണ്. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ ആയിട്ട് മാറും. ഡിഡ് എന്തായി മാറും? ഡിഡ് സിംഗുലറാണ്, പ്ലൂറിലാണ്. വാസ് ഓർ സബ്ജക്റ്റ് സിംഗുലറാണോ പ്ലൂറിലാണോ എന്നുള്ളതിനനുസരിച്ച് സിംഗുലർ ആണെങ്കിൽ വാസും, അതായത് പ്ലൂറിലാണെങ്കിൽ വേറും. ഇനി വാസും വേറും എന്തായി മാറും? വാസ് ഓർ വേർ പ്ലസ് ബീയിങ് ആയിട്ട് മാറും. ഹാഡ് എന്തായി മാറും? ഹാഡ് ബീൻ ആയിട്ട് മാറും. ഷാള്, വില്ല്, ക്യാൻ ഇതൊക്കെ എന്തായി മാറും? ഷാൾ ബി, വിൽ ബി, ക്യാൻ ബി ആയിട്ട് മാറും. ഷുഡ്, വുഡ്, കുഡ് ഇതെന്തായി മാറും? ഷുഡ് ബി,
would be, could be ആയിട്ട് ഒന്നുകൂടി ഞാൻ പറയാം. ഡൂവും ഡസും ഈസ് ഓർ ആം ഓർ ആർ ആയി മാറും. ഈസ് ഓർ ആം ഓർ ആർ, ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീയിങ് ആയി മാറും. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ ആയി മാറും. ഡിഡ് വാസ് ഓർ വേർ ആയി മാറും. വാസ് ഓർ വേർ പ്ലസ് ബീയിങ് ആയി മാറും. ഹാഡ് ബീൻ ആവും. ഷാൾ ഓർ വിൽ പ്ലസ് ക്യാൻ, ഷാൾ ബി, വിൽ ബി ഓർ ക്യാൻ ബി ആവും. ഷുഡ്, വുഡ്, കുഡ്, ഷുഡ് ബി, വുഡ് ബി, കുഡ് ബി ആവും. ഞാൻ പറഞ്ഞ സിമ്പിളും പ്രസൻറ്റും കണ്ടിന്യൂസും ഒക്കെ പഠിച്ചവർക്ക് അറിയാം. അതായത് സിമ്പിള് കണ്ടിന്യൂസിൻ്റെ ഓക്സിലറിയിലേക്ക് മാറും, കണ്ടിന്യൂസ് പെർഫെക്റ്റിൻ്റെ ഓക്സിലറിയിലേക്ക് മാറും, പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഓക്സിലറിയിലേക്ക് മാറും. അങ്ങനെയും ആലോചിച്ച് കഴിഞ്ഞാൽ എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതായത് ഡു ഓർ ഡസ്, ഈസ് ഓർ ആം ഓർ ആർ, ഈസ് ഓർ ആം ഓർ ആർ, ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീയിങ്, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ, ഡിഡ്, was or were plus being, had been. Shall or will or can, shall be, will be, can be. Should or would or could, should be, would be, could be. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? shall have, will have, അതൊക്കെ എന്തായി മാറും? shall have been പെർഫെക്റ്റ്, അതായത് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ പൊസിഷനിലേക്ക്. shall have been, will have been, can have been. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരും അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചേഞ്ച് ആവുക എന്നാണ് അടുത്തതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചെറിയ പ്രയാസങ്ങളൊക്കെ തോന്നും. പഠിക്കാൻ വളരെ എളുപ്പമാണ്. ചെറിയ ഒരു ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി. ഞാൻ പറഞ്ഞ ആലോചിക്കുക, സിമ്പിള് പ്രസൻറ്റിൻ്റെ ഓക്സിലറിയിലേക്ക് പോകും, സിമ്പിൾ കണ്ടിന്യൂസിൻ്റെ ഓക്സിലറിയിലേക്ക് പോകും. കണ്ടിന്യൂസ് പെർഫെക്റ്റിൻ്റെ, അതായത് ബീയിങ് ചേർക്കപ്പെടും കണ്ടിന്യൂസിൽ. പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഓക്സിലറിയിലേക്ക് പോകും. ഒന്നുകൂടി പറയാം, സിമ്പിള് കണ്ടിന്യൂസിൻ്റെ ഓക്സിലറി, കണ്ടിന്യൂസിൻ്റെ ഓക്സിലറിയോടൊപ്പമൊക്കെ ബീയിങ് ചേർക്കുക. പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഓക്സിലറിയിലേക്ക് പോകും. സിമ്പിളാണ് ആലോചിച്ച് കഴിഞ്ഞാൽ. അടുത്തത് നമ്മൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും എങ്ങനെയാണ് ചേഞ്ച് ആവുക നോക്കൂ. ആക്റ്റീവിലും പാസീവിലും ഐ നീയാവും, വി അസാവും, ദേ ദമ്മാവും, ഹി ഹിമ്മാവും, ഷീ ഹേറാവും, ഇറ്റ് തന്നെ അല്ലേ? ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നോക്കുക. ഐ മീ, വി അസ്, ദേ ദം, ഹി ഹിം, ഷീ ഹെർ, ഇറ്റ്. ഈ മാറ്റങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് 2-3 ഉദാഹരണങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. വളരെ എളുപ്പമുള്ള ഉദാഹരണങ്ങൾ. The peon opens the gate. Peon opens the gate. Peon opens the gate എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, opens എന്നുള്ളത് എന്താണ്? ഡസ് പ്ലസ് ഓപ്പൺ ആണ്. എന്ത്? ഓപ്പൺസ്. ഇവിടെ എന്താണ് സബ്ജക്റ്റ്? എന്താണ് സബ്ജക്റ്റ്? പറയൂ. സബ്ജക്റ്റ് പ്യൂൺ, വെർബ് ഓപ്പൺസ്, ഒബ്ജക്റ്റ് ദ ഗേറ്റ് അല്ലേ? ഇത് SVO പാറ്റേണിലുള്ള സാധനമാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു? സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ദ ഗേറ്റ് എന്തുതന്നെയായി മാറും? ഇറ്റ് തന്നെയല്ലേ? ദ ഗേറ്റ്. ഡസ് ഓപ്പൺ. ഡസിന്റെ പാസീവ് ഫോം എന്താ പറഞ്ഞത്? ഡു ഓർ ഡസ്. ആലോചിക്കുക. ഈസ് ഓർ ആം ഓർ ആർ. അപ്പൊ ഗേറ്റ് സിംഗുലർ അല്ലേ? ആണ്. അപ്പൊ എന്ത് മതി? ഈസ്. ഓപ്പൺ എന്നുള്ളതിന്റെ V3 ഫോം ഓപ്പൺ, ഓപ്പൺഡ്, ഓപ്പൺഡ്. ദ ഗേറ്റ് ഈസ് ഓപ്പൺഡ് ബൈ സബ്ജക്റ്റ് ഇങ്ങോട്ട് വരട്ടെ, ദ പ്യൂൺ അല്ലേ? ബൈ ദ പ്യൂൺ. എന്തെളുപ്പ അല്ലേ? നോക്കൂ. ഹി കിക്സ് ദ ഡോഗ്. അപ്പൊ ആലോചിക്കുക. ഹി സബ്ജക്റ്റ്, കിക്സ് വെർബ്, ഡോഗ് ഒബ്ജക്റ്റ്. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ എങ്ങനെ എഴുതും? ദ ഡോഗ്
കിക്സ് എന്ന് പറയുമ്പോൾ എന്താ ആലോചിക്കുക, ഇവിടെ ഓപ്പൺസ് എന്ന് പറഞ്ഞപ്പോൾ ഡസ് പ്ലസ് ഓപ്പൺ, അപ്പോൾ കിക്സ് എന്നുള്ള എന്തിയാ ഡസ് പ്ലസ് കിക്ക്. അപ്പോൾ ദ ഡോഗ് ഈസ് കിക്ക്ഡ് ബൈ ഹി എന്തായി മാറുന്നു പറയുന്നുണ്ട് ഹിം. സിമ്പിളാണ്, അതായത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി ചെയ്യാം. ഇതാണ് സിമ്പിൾ പ്രസൻറ്റിൽ ഇങ്ങനെയാണ് മാറ്റങ്ങൾ വരിക. ഇനി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് പോവുകയാണ് അല്ലേ. എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കുന്നു, ദ പ്യൂൺ ഈസ് ഓപ്പണിംഗ് ദ ഗേറ്റ്. പ്യൂൺ എന്ത് ചെയ്യുന്നു, ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നു, SVO അല്ലേ. അപ്പൊ ഗേറ്റ് ഇങ്ങോട്ട് വരാം, ദ ഗേറ്റ്. ഞാൻ പറഞ്ഞു കണ്ടിന്യൂസുകൾ എന്തായി മാറും, ബീയിങ് ചേർക്കപ്പെടും. ഗേറ്റ് സിംഗുലർ തന്നെയല്ലേ, അപ്പൊ എന്താ ഈസ്, ദ ഗേറ്റ് ഈസ് ബീയിങ് ഓപ്പൺ, ഓപ്പൺ ഓപ്പൺഡ് 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 ബൈ ദ പ്യൂൺ അല്ലേ. ഇനി ദേ ആർ കിക്കിംഗ് ദ ഡോഗ് ആണെന്ന് വിചാരിക്കും. ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഡോഗിനെ അങ്ങോട്ട് എടുത്തു, ദ ഡോഗ്. ഇപ്പൊ നോക്കൂ, നമ്മളിവിടെ സബ്ജക്റ്റ് ദേ പ്ലൂറലാണ്, അപ്പോൾ ഇവിടെ ആറാ. പക്ഷെ ഈ ഡോഗിനെ ഇവിടേക്ക് എടുത്തപ്പോൾ അതിൻ്റെ ഓക്സിലറി വെർബ് എന്താ, ഡോഗ് സിംഗുലർ അല്ലേ, അപ്പൊ എന്ത് മതി, ഈസ് മതി. അപ്പൊ എന്താ, ദ ഡോഗ് ഈസ് ബീയിങ് കിക്ക്ഡ് ബൈ ദം. പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെയും വരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം കാണിച്ചത്. ശ്രദ്ധിക്കുക, ഇവിടെ ദേ ആറാണ്, ദേ എന്നുള്ളത് പ്ലൂറിലായതുകൊണ്ട് ആർ എന്ന് പറഞ്ഞാൽ അതായത് ആ ഓക്സിലറി വെർബ് പ്ലൂറിലായ ഓക്സിലറി വെർബ് ഉപയോഗിച്ചത്. പക്ഷേ ഈ ഒബ്ജക്റ്റിന് ഇവിടേക്ക് സബ്ജക്റ്റ് ആക്കുമ്പോൾ ദ ഡോഗ് എന്താണ്, സിംഗുലറായി. അപ്പോൾ അതിനോടൊപ്പം എന്ത് ചേർത്തു, ഈസ് ചേർത്തപ്പെട്ടു. എന്നിട്ടോ അതായത് ബീയിങ് ചേർത്തു, ബൈ ദം. ദ ഡോഗ് ഈസ് ബീയിങ് കിക്ക്ഡ് ബൈ ദം എന്നെന്ത് ചെയ്തു, ചേർത്തു. ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത, അതായത് പ്രസന്റ് പെർഫെക്റ്റിലേക്ക് പോവുകയാണ്. പ്രസന്റ് പെർഫെക്റ്റില് ദ പ്യൂൺ ഹാസ് ഓപ്പൺഡ് ദ ഗേറ്റ് അല്ലേ. അപ്പോൾ ദ പ്യൂൺ ഹാസ് ഓപ്പൺ ദ ഗേറ്റ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യും, ദ ഗേറ്റ്. ഹാസ് എന്തായി മാറും, പെർഫെക്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഇതിലേക്ക് പോകുന്നു. ഇപ്പൊ എന്താ, ഹാസ് ബീൻ. ഗേറ്റ് സിംഗുലർ അല്ലേ, ഹാസിന്റെ പോലെ. ദ ഗേറ്റ് ഹാസ് ബീൻ ഓപ്പൺഡ് ബൈ ദ പ്യൂൺ. ഇനി ഇതിന്റെ വേറൊരു വേർഷൻ ഞാൻ പറഞ്ഞുതരാം. ദ ബോയ്സ് ഹാവ് ഓപ്പൺ ദ ഗേറ്റ് ആവട്ടെ. അപ്പൊ എന്താ ചെയ്യാ, ദ ബോയ്സ് സബ്ജക്റ്റ്, ഹാവ് ഓപ്പൺ വെർബ് ദ ഒബ്ജക്റ്റ്. അപ്പൊ ഗേറ്റ് ഇവിടേക്ക് വന്നു. അപ്പൊ നോക്കൂ, ഹാവ്, ഗേറ്റ് സിംഗുലർ അല്ലേ, അപ്പൊ ഹാവ് വേണോ, വേണ്ട, എന്ത് മതി, ഹാസ്. ദ ഗേറ്റ് ഹാസ് ബീൻ ഓപ്പൺഡ് ബൈ ദ ബോയ്സ്. ഇനി വേറെ ഉദാഹരണം പറഞ്ഞുതരാം. ദ പ്യൂൺ ഹാസ് ഓപ്പൺഡ് ദ ഗേറ്റ്സ് എന്നാവട്ടെ. ഒബ്ജക്റ്റ് പ്ലൂറലാണ്. അപ്പൊ എന്താ ചെയ്യുക, ഗേറ്റ്സിന് ഇത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഗേറ്റ്സിന് എങ്ങോട്ട് എടുത്തു, ദ ഗേറ്റ്സ് അല്ലേ. അപ്പൊ എന്താ, ഹാസ് മതിയോ, പോരല്ലോ, പ്ലൂറലായ ഹാവ് വേണം. ഹാവ് ബീൻ ഓപ്പൺഡ് ബൈ ദ പ്യൂൺ. അപ്പോൾ സിമ്പിളാണ്. ഞാൻ പറഞ്ഞു, സിമ്പിളിനെ കണ്ടിന്യൂസിൻ്റെ ഓക്സിലറി വെർബ് നോക്കുക, കണ്ടിന്യൂസിന് ബീയിങ് ചേർത്ത ഓക്സിലറി വെർബ്, പെർഫെക്റ്റിന് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ, പിന്നെ സബ്ജക്റ്റ് നോക്കുക, സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ആ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കുമ്പോൾ അതും സിംഗുലർ ആണോ പ്ലൂറിലാണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പാസീവിലേക്ക് മാറ്റാൻ. ഇത്രയാണ്, അതായത് സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഇനി അടുത്തത് നമ്മൾ പാസ്റ്റിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കൂ.
The peon opened the gate. Subject, verb, object. അപ്പോൾ എന്താവും? The gate opened. Did plus open. ഓർമ്മ വരിക? ഡിഡിന്റെ പാസീവ് ഫോം was or were. The gate എന്താണ്? Was. The gate was opened by the peon. ഇനി ഇതെന്നെ നമ്മൾ മാറ്റി ചെയ്യുന്നു. The peon opened the gates എന്നാണെങ്കിലോ, അപ്പോൾ നമ്മുടെ ഡിഡ് പ്ലസ് ഓപ്പൺ തന്നെയാണ്. peon സബ്ജക്റ്റ്, verb object. The gates. ഡിഡിന്റെ പാസീവ് രൂപം എന്തൊക്കെ ഉണ്ട്? വാസും വേറും ഉണ്ട്. ഗേറ്റ്സ് പ്ലൂറലല്ലേ, അപ്പൊ ഇവിടെ എന്താ പാടുള്ളൂ? വേർ. ഇത് നോക്കണം. അതായത് ഇവിടെ സബ്ജക്റ്റ് ആയി വന്നത് അതായത് സിംഗുലർ ആണോ പ്ലൂറലാണോ നോക്കുക. എന്നിട്ട് ദ ഗേറ്റ്സ് വേർ ഓപ്പൺഡ് ബൈ ദ പ്യൂർ. എളുപ്പമാണ്. അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ് നമ്മൾ പോകുന്നത്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ing ഫോം എന്ന് പറഞ്ഞ രൂപത്തിലേക്ക്. അതിപ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ദ പ്യൂൺ വാസ് ഓപ്പണിംഗ് ദ ഗേറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദ പ്യൂൺ സബ്ജക്റ്റ്, വാസ് ഓപ്പണിംഗ് വെർബ്, ഗേറ്റ് ഒബ്ജക്റ്റ്. The gate was കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ എന്ത് ചേർക്കണം എന്ന് പറഞ്ഞു നിങ്ങളോട്? ബീയിങ്. വാസ് ബീയിങ് ഓപ്പൺഡ് ബൈ ദ പ്യൂൺ. ഇനി ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഉദാഹരണത്തിലേക്ക് പോവാം. ദ പ്യൂൺ വാസ് ഓപ്പണിംഗ് ദ ഗേറ്റ്സ്, പ്ലൂറലാണ് ആണെങ്കിൽ എന്ത് ചെയ്യും? The gates ഇങ്ങോട്ട് വരട്ടെ. സബ്ജക്റ്റ് ആവും ഒബ്ജക്റ്റ് അല്ലേ? ദ ഗേറ്റ്സ്. വാസ് എന്തായി മാറും? വേർ ആവും ഇല്ലേ? ഡിഡിന്റെ പാസീവ് രൂപം ഓർമ്മിക്കുക, വാസ് ഓർ വേർ. അപ്പോൾ ഇവിടെ ഗേറ്റ്സ് പ്ലൂറൽ ആയതുകൊണ്ട് വേർ. ദ ഗേറ്റ്സ് വേർ ഓപ്പണിംഗ് ബൈ ദ പ്യൂർ. ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതായത് ഒബ്ജക്റ്റായി വരുന്നത്, അതായത് അവിടെ നിന്നുള്ള ഒബ്ജക്റ്റിനെ പിന്നെ നമ്മളിവിടെ സബ്ജക്റ്റ് ആക്കുമ്പോൾ അത് സിംഗുലർ ആണോ പ്ലൂറലാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നോക്കണം. അടുത്ത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ദ പ്യൂൺ ഹാഡ് ഓപ്പൺഡ് ദ ഗേറ്റ് എന്നാണ് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ദ ഗേറ്റ് ഹാഡ് എന്താവും? പെർഫെക്റ്റ് ആണ്. അതിന്റെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം ഹാഡ് ബീൻ ഓപ്പൺഡ് ബൈ ദ പ്യൂൺ. നേരത്തെ തന്ന ഉദാഹരണം പോലെയാണെങ്കിൽ ഒന്നുകൂടി തന്നു ഞാൻ. ദ പ്യൂൺ ഹാഡ് ഓപ്പൺഡ് ദ ഗേറ്റ്സ്, പ്ലൂറലായി. ആ ഒബ്ജക്റ്റിന് സബ്ജക്റ്റ് വെക്കുക, ദ ഗേറ്റ്സ്. പക്ഷേ ഹാഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, സിംഗുലറും ആണ് പ്ലൂറലും ആണ്. അപ്പൊ ഹാഡ് തന്നെ മതി. ഹാഡ് ബീൻ ഓപ്പൺഡ് ബൈ ദ പ്യൂർ. സിമ്പിളാണ്. നമ്മൾ അടുത്ത ഫ്യൂച്ചറിലേക്ക് പോകും. The peon shall, the peon will open the gate. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ദ ഗേറ്റ് ഇങ്ങോട്ട് എടുത്തു. ദ ഗേറ്റ് ഓർമ്മ ഉണ്ടായിരിക്കും. സിമ്പിൾ ഫ്യൂച്ചർ എന്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു? ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ ഓക്സിലറിയിലേക്ക്. അപ്പോൾ എന്താണ്? ഷാൾ ബി ആവും, വിൽ ബി ആവും. അപ്പോൾ ദ ഗേറ്റ് will be
ഓപ്പൺഡ് ബൈ ദ പ്യൂൺ. വളരെ എളുപ്പമാണ്. അടുത്ത് നോക്കൂ, ദ പ്യൂൺ വിൽ ഓപ്പൺ ദ ഗേറ്റ്സ്. പ്ലൂറലാണ് അല്ലേ? ഇവിടെ വന്നോട്ടെ, ദ ഗേറ്റ്സ്. പക്ഷെ നിങ്ങൾക്കറിയാം ഷാളും വില്ലും സിംഗുലറുമാണ്, പ്ലൂറലുമാണ്. അതുകൊണ്ട് എന്താണ് മതി, വില്ല് തന്നെ മതി. ദ പ്യൂൺ എന്താണ്, വിൽ ബി ഓപ്പൺഡ്, സോറി, ദ ഗേറ്റ്സ് വിൽ ബി ഓപ്പൺഡ് ബൈ ദ പ്യൂൺ. ദ ഗേറ്റ്സ് വിൽ ബി ഓപ്പൺഡ് ബൈ ദ പ്യൂൺ. ദ ഗേറ്റ് വിൽ ബി ഓപ്പൺഡ് ബൈ ദ പ്യൂൺ. അടുത്ത നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് പോകുന്നു. The peon will have opened the gate. അതായത് ഫ്യൂച്ചർ കണ്ടിന്യൂസുകൾക്ക് പാസീവിൽ അവരുടെ ഓക്സിലറി വെർബിൽ കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിനെ കുറിച്ച് പറയാതെ ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ പാസീവ് ഫോം, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഓക്സിലറി വെർബിൻ്റെ മാറ്റങ്ങൾ. ദ ഗേറ്റ് വിൽ ഹാവ് കണ്ടിന്യൂസിൽ എന്ത് വരും, ബീൻ. വിൽ ഹാവ് ബീൻ ഓപ്പൺഡ് ബൈ ദ പ്യൂൺ. സിമ്പിളാണ് അല്ലേ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഗേറ്റിൽ എവിടെ വന്നു, വിൽ ഹാവ് എന്തായി മാറി, വിൽ ഹാവ് ബീൻ ആയി. ഓപ്പൺ തന്നെ, അതായത് പ്യൂൺ. കാരണം ഇത് പെർഫെക്റ്റ് ഫോമാണ്. അപ്പോൾ V3 ഫോം തന്നെയാണ് ഉപയോഗിച്ചത്. ഇവിടെയും V3 ഫോമാണ്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണെങ്കിൽ ദ പ്യൂൺ വിൽ ഹാവ് ഓപ്പൺഡ് ദ ഗേറ്റ്സ് ആണെങ്കിലോ യാതൊരു മാറ്റമില്ല. കാരണം എന്താ, ദ ഗേറ്റ്സ് വില്ല് സിംഗുലറുമാണ്, പ്ലൂറലുമാണ്. അപ്പോൾ അതന്നെ മതി. വിൽ ഹാവ് ബീൻ ഓപ്പൺഡ് ബൈ ദ പ്യൂൺ. ഇത്രയും കാര്യങ്ങളാണ് ആക്റ്റീവിലും പാസീവിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പരീക്ഷയ്ക്ക് ആക്റ്റീവിനെ പാസീവ് ആക്കാനോ പാസീവിനെ ആക്റ്റീവ് ആക്കാനോ ഉള്ള കാര്യങ്ങൾ വരും. ഈ ബേസിക് ആയത് വളരെ നന്നായി പഠിക്കുക. ഒന്നോ രണ്ടോ വട്ടം പഠിച്ചതിന് ശേഷം എഴുതി നോക്കുക. അവനാൻ തന്നെ ചില ഉദാഹരണങ്ങളൊക്കെ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞ പോലെ ദ ഡോഗ് അല്ലെങ്കിൽ ദ ബോയ് കിക്സ് ദ ഡോഗ് അല്ലേ, സീത ലൗസ് രാമ അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വയം ഉണ്ടാക്കി ചെയ്തു നോക്കാം അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ആക്റ്റീവിലും പാസീവിലും വളരെ മിടുക്കന്മാരാവാം, മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വിഷ് യു എ ഗുഡ് ഡേ, ഹാവ് എ നൈസ് ഡേ.